ഹായ് ഹലോ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് സ്ട്രോബെറി ചോക്ലേറ്റ് ബിസിനസ്. അപ്പോൾ നമുക്കും അത് ചെയ്ത് മാസം ഒരു 50,000 മുകളിൽ തന്നെ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഒരു ബ്രാൻഡ് നെയിം, ഇതിന് പറ്റുന്ന ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നല്ല എല്ലാവർക്കും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഒരു ബ്രാൻഡ് നെയിം നിങ്ങൾ ആദ്യം ഇതിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്ന ഒരു കിയോസ്ക് സെറ്റപ്പാണ്. അതായത് ചെറിയ രീതിയിൽ ഹൈ ലെവലിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ രീതിയിൽ തുടങ്ങാണ്ട് ആദ്യം സ്റ്റാർട്ടപ്പ് എന്ന സ്ഥിതിക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു കിയോസ്ക് സെറ്റപ്പ് ഏകദേശം 20,000 25,000 ഉള്ളിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മുടക്കിയിട്ട് നമ്മൾ ഒരു കിയോസ്ക് സെറ്റപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. അത് പ്ലേസ് ചെയ്യുന്നത് നന്നായി ക്രൗഡുള്ള സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാനും ശ്രദ്ധിക്കുക. എന്നാലാണ് അതിന്റെ പ്രോഫിറ്റ് മാർജിൻ നല്ല പോലെ ഉയർന്നു വരാൻ പറ്റുള്ളൂ. ഈ ഒരു കിയോസ്ക് സെറ്റ് കണ്ട് അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ആ പ്രൊഡക്റ്റ് മേടിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കിയോസ്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നല്ല ഒരു വെറൈറ്റി കോൺസെപ്റ്റിൽ അത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ക്രൗഡുള്ള സ്ഥലങ്ങളിലും പ്ലേസ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കും. മെനു ഡിസൈനിങ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നും ഈ സ്ട്രോബെറി ചോക്ലേറ്റ് ഈ ഒരു ട്രെൻഡ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രത്തോളം പ്രോഫിറ്റ് എന്നും ഒരേപോലെ ഏൺ ചെയ്യാൻ പറ്റുന്ന വരില്ല. കാരണം ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ആൾക്കാർ അത് മേടിക്കാനുള്ള ചാൻസും കുറയും. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് അതേപോലെ ഒരുപാട് മെനു വെറൈറ്റീസ് കൊണ്ടുവരാൻ നോക്കുക. അതായത് ചോക്ലേറ്റ് പാനിപ്പൂരി, ചോക്ലേറ്റ് ബർഗർ, ചോക്ലേറ്റ് സാൻഡ്വിച്ച്, അങ്ങനെ കുറച്ചും കൂടി മെനു വെറൈറ്റീസ് നിങ്ങൾ നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മാർക്കറ്റിങ്ങും ഇതിനും ബ്രാൻഡിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്രാൻഡിങ് നെയിം കൊടുക്കുക. മാർക്കറ്റിംഗിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് കൊടുക്കാം. അതിനും പുറമെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ ഒരു കിയോസ്ക് ഇന്ന സ്ഥലത്താണ് പ്ലേസ് ചെയ്യുന്നത്, നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റി ആണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് നല്ലോണം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ വിളിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്താനും അത് അന്വേഷിച്ച ആളുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.